രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും ആദികാവ്യം നമുക്ക് ലഭ്യമാക്കി തന്ന പകർന്നു തന്ന വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, രാമായണ മാസം എന്ന പേരുകേട്ട ഈ കർക്കിടക മാസത്തില് നമ്മൾ വാൽമീകി രാമായണം അടുത്ത് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നത്തെ ചർച്ചാ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോകുന്ന വൃത്താന്തം അറിഞ്ഞ ലക്ഷ്മണൻ വളരെയേറെ ക്രോധിക്കുന്നത് നമ്മൾ കണ്ടു. ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താൻ ശ്രീരാമൻ ധർമ്മത്തിന്റെ സൂക്ഷ്മരൂപവും താൻ ചെയ്യേണ്ടതായ കർത്തവ്യവും എല്ലാം ലക്ഷ്മണനെ വളരെയേറെ ലളിതമായും മധുരമായും സ്നേഹനിർഭരമായും പറഞ്ഞു കേൾപ്പിക്കുന്നതും നാം കേട്ടു. കൗസല്യാദേവിയുടെ കൊട്ടാരത്തിൽ വെച്ച് കൗസല്യാദേവിയുടെ മുന്നിൽ വെച്ചിട്ടാണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. കൗസല്യാദേവിക്കും രാമൻ കാട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. രാമൻ കാനനത്തിലേക്ക് പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കാനാവില്ല. അമ്മയുടെ കരച്ചിൽ അതും നാം കേട്ടു. ആ അമ്മയെ രാമകുമാരൻ സമാധാനിപ്പിക്കുന്നതും നാം കേട്ടു. ലക്ഷ്മണൻ വീണ്ടും കോപിച്ച് രാമനെ ഞാൻ സിംഹാസനത്തിലിരുത്തി പട്ടാഭിഷേകം കഴിക്കുമെന്നും ആരെതിർത്ത് വന്നു കഴിഞ്ഞാലും അവരെയെല്ലാം തന്റെ വില്ലുകൊണ്ട് ആ വില്ലിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്നതായ അമ്പുകൾ കൊണ്ട് സംഹരിക്കുമെന്നുമെല്ലാം ലക്ഷ്മണൻ തുടർന്ന് രാമനോട് പറയുന്നുണ്ട്. ആ അവസരത്തില് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെയും അമ്മയായ കൗസല്യയെയും സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് നമുക്ക് ഇനി നേരിട്ട് കാണേണ്ടത്. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലുള്ള 24-ാമത്തെ സർഗത്തിലേക്ക് നാം ഈ അവസരത്തില് പ്രവേശിക്കുന്നു. ശ്രീരാമചന്ദ്രൻ താൻ കാനനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് വളരെയേറെ ദുഃഖത്തോടുകൂടി കരഞ്ഞു വിളിച്ച് പറയുന്ന അമ്മയെ ലക്ഷ്മണന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സമാധാനിപ്പിക്കുകയാണ്. ആ അമ്മ രാമനോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വസിക്കാൻ സാധ്യമല്ല.
ഞാനും നിന്നോടൊപ്പം കാനനത്തിലേക്കുണ്ട്. എന്നെയും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇത് ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും സ്വഭാവമാണ്. മക്കളെ വിട്ടുപിരിയാൻ ഒരമ്മയ്ക്കും മനസ്സ് വരില്ല. മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അമ്മ എന്നുള്ളത് സമസ്ത ജീവരാശിയിലുമുണ്ട്. ആ അമ്മയുടെ മനസ്സിന്റെ സ്പന്ദനം അത് ഒരേ പ്രകാരത്തിലാണ്. മക്കളുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ സുരക്ഷിതത്വവും ഒക്കെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തെക്കാൾ പ്രധാനം. അത് തന്നെയാണ് കൗസല്യ ഇപ്പോൾ രാമനോട് പറയുന്നത്. നീ കാനനത്തിൽ പോകും എന്ന ദൃഢനിശ്ചയത്തിലാണെങ്കിൽ എന്നെയും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോകണം. കൗസല്യ പറയുന്നു, കഥം ഹി ധേനു സ്വം വത്സം ഗച്ഛന്തം അനുഗച്ഛതി അഹം ത്വാ അനുഗമിഷ്യാമി എത്ര വത്സ ഗമിഷ്യസി. അല്ലയോ കുഞ്ഞെ, അല്ലയോ വത്സ, ഞാൻ നിന്നെ അനുഗമിക്കും. നീ എവിടെ പോയാലും, കാനനത്തിൽ ഏത് ഭാഗത്ത് പോയാലും ഞാൻ നിന്നെ പിന്തുടരും. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് ഒരു പശു അതിന്റെ കുഞ്ഞ് എവിടെ പോകുന്നുവോ ആ കുഞ്ഞിനോടൊപ്പം ആ കുഞ്ഞിന്റെ പിന്നാലെ ചെല്ലും. അതേ പ്രകാരത്തില് അല്ലയോ രാമ, ഞാൻ നിന്റെ പിന്നാലെ കാനനത്തിനുള്ളിലേക്ക് വരും. ഇങ്ങനെ തന്നെയും കൂടെ കൊണ്ടുപോകണം, താനും കൂടെ വരും എന്ന് അമ്മ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് രാമനോട് പറഞ്ഞപ്പോ രാമൻ അമ്മയുടെ കർത്തവ്യം എന്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കുകയാണ്. അമ്മയ്ക്ക് ഇവിടെ കൊട്ടാരത്തില് വളരെയേറെ ചുമതലയുള്ളതായ കർത്തവ്യമുണ്ട്, ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടതായ കർത്തവ്യമുണ്ട്. അത് രാമൻ അമ്മയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കുടുംബത്തിലുള്ള വിവിധ വ്യക്തികൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ടതായ ധർമ്മത്തിന്റെ സൂക്ഷ്മമായ തലങ്ങൾ നമുക്ക് ഇവിടെ ഈ സന്ദർഭത്തില് ഈ രാമകുടുംബത്തിൽ നടക്കുന്നതായ രാമവിവാസനത്തിന്റെ, രാമനെ കാട്ടിലേക്ക് അയക്കുന്നതിന്റെ ആ സന്ദർഭത്തില് നമുക്ക് നേരിട്ട് കാണാനായി സാധിക്കും. ധർമ്മത്തിന്റെ സൂക്ഷ്മമായ രൂപം ഓരോരുത്തർക്കും വേണ്ട പ്രകാരത്തില് വിവരിച്ചു കൊടുക്കുന്നത് രാമൻ തന്നെയാണ്. മറ്റെല്ലാ വ്യക്തികളും അവരവർക്കുള്ള പ്രത്യേകമായ സ്നേഹബന്ധങ്ങളെ പുരസ്കരിച്ചാണ് സ്വന്തം പ്രതികരണത്തിന് രൂപം കൊടുക്കുന്നത്. ലക്ഷ്മണനും അങ്ങനെ തന്നെ രാമനോടുള്ളതായ സ്നേഹബന്ധം, കൗസല്യയും അങ്ങനെ തന്നെ ഒരു അമ്മയ്ക്ക് മകനോട് ഉണ്ടാകുന്നതായ സ്നേഹബന്ധം, ദശരഥന്റെ പ്രതികരണവും അങ്ങനെ തന്നെ, കൈകേയിയുടെ പ്രതികരണവും അങ്ങനെ തന്നെ. തന്റെ പുത്രന്റെ ക്ഷേമ ഐശ്വര്യങ്ങളെ കുറിച്ച് കൈകേയി ചിന്തിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മനസ്സിന്റെ മുഖ്യമായിരിക്കുന്ന വികാരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ സന്ദർഭത്തിൽ കരണീയമെന്ത് എന്ന് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതായ അവരുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ പല അംശങ്ങളിലും ശരിയുണ്ട്, പല അംശങ്ങളിലും തെറ്റുണ്ട്. അതേപോലെ തന്നെ പല അംശങ്ങളിലും നോട്ടപ്പിശകുകളുണ്ട്, നോട്ടക്കുറവുകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷം മാത്രം ചിന്തിക്കുന്നു എന്നതാണ് അതിന്റെ മുഖ്യമായ കാരണം. വൈകാരികമായിട്ട് ഈ സാഹചര്യത്തെ അവരോരോരുത്തരും അഭിമുഖീകരിക്കുന്നതാണ് കാരണം. വൈകാരിക തലത്തിനും അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് തികച്ചും നിഷ്പക്ഷമായ ധർമ്മചിന്തയില് ഊന്നി നിൽക്കുന്നതായ വിശകലനം, അതാണ് ധർമ്മത്തെ നമുക്ക് തെളിച്ചു കാട്ടിത്തരിക. അതാണ് ശ്രീരാമചന്ദ്രന്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമായി കിട്ടുന്നത്. കൗസല്യയോട് രാമൻ പറയുന്നു, അല്ലയോ അമ്മേ, അമ്മ എന്നോടൊപ്പം കാനനത്തിലേക്ക് വരാൻ പാടില്ല. അതിന് കാരണമുണ്ട്. അമ്മയുടെ കർത്തവ്യം ഇവിടെ ഈ കൊട്ടാരത്തില് അമ്മയെ കാത്തിരിക്കുന്നു. കൈകേയ വഞ്ചിതോ രാജ
മഹാരാജാവായിരിക്കുന്ന ദശരഥൻ, അദ്ദേഹം അങ്ങേയറ്റം വൃദ്ധനാണ്, വാർദ്ധക്യത്തിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ പുത്രന് കിരീടം ധരിപ്പിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും. പഴയതുപോലെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ശേഷി തനിക്ക് പോരാ. അദ്ദേഹം നാട്ടുകാരോടും താൻ വിളിച്ചുകൂട്ടിയ എല്ലാ പ്രമുഖ വ്യക്തികളോടും ആ മഹാസഭയിൽ വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു, അതുകൊണ്ട് ഈ കിരീടം രാജ്യത്തെ രക്ഷിക്കാനുള്ള ചുമതല ഞാൻ അടുത്ത ആളിനെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയേറെ വാർദ്ധക്യം ബാധിച്ച പിതാവ്, ശാരീരികമായ ക്ലേശങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇപ്പോഴിതാ മാനസികമായിരിക്കുന്ന ഭയങ്കര ക്ലേശവും അദ്ദേഹത്തിന് വന്നു പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഈ ക്ലേശത്തിലേക്ക് എടുത്തെറിഞ്ഞത് വേറെ ആരുമല്ല, കൈകേയി തന്നെയാണ്. അതാണ് കൈകേയ വഞ്ചിതോ രാജ, കൈകേയിയാൽ വഞ്ചിക്കപ്പെട്ട രാജാവ്. ഈ പ്രകാരത്തിൽ വരങ്ങൾ കൈകേയി ചോദിക്കും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. 2 വരങ്ങൾ പണ്ട് കൊടുത്തത് കൈകേയി ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങുന്നു. ചോദിച്ചുകൊള്ളൂ, തരാം എന്ന സന്തോഷത്തോടു കൂടിയിട്ട് മഹാരാജാവ് മറുപടി പറയുന്നു. പക്ഷെ അതിങ്ങനെ ആ വംശത്തിന് തന്നെ ഭീകര പരിണതികളെ വരുത്തി വയ്ക്കുന്ന ഒരു വരപ്രാർത്ഥനയായി തീരും എന്ന് മഹാരാജാവ് കരുതിയില്ല. അങ്ങനെ കൈകേയി മഹാരാജാവിനെ ആപത്തിലേക്ക് എടുത്തെറിഞ്ഞു. അങ്ങനെ ആപത്തിൽപ്പെട്ടുപോയ മഹാരാജാവ് അദ്ദേഹത്തിന് അത്താണിയായിട്ട്, സഹായമായിട്ട്, ആത്മാർത്ഥതയുള്ള, അദ്ദേഹത്തിന് വിശ്വാസവുമുള്ള ഒരാൾ കൂടെ ഉണ്ടാവണം. കൈകേയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. കൈകേയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് അത് മുഴുവൻ കീഴ്മേൽ മറിഞ്ഞത്. ഇനി ആരെങ്കിലും വേണം. ദശരഥ മഹാരാജാവ് തനിക്ക് അത്താണിയായിട്ട് മുന്നിൽ കാണുന്നത് രാമനെയാണ്. പക്ഷെ ആ രാമൻ ഇതാ കൈകേയിയുടെ വരപ്രാർത്ഥന മൂലം കാട്ടിലേക്ക് പോകുന്നു. അതാണ് രാമൻ പറയുന്നത്, മയിച്ച അരണ്യമാശ്രിതേ, ഞാൻ കാട്ടിലേക്കും പോയി കഴിഞ്ഞാൽ 1-2 ദിവസം അല്ലല്ലോ, 14 വർഷത്തേക്കാണ്. അങ്ങനെ വരുന്ന അവസരത്തില്, അല്ലയോ അമ്മേ, അമ്മ കൂടി കാട്ടിലേക്ക് പോകുന്ന മഹാരാജാവിനെ ഉപേക്ഷിച്ചാലോ? ഭവത്യാജ പരിത്യക്തോ, അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടാൽ ആ മഹാരാജാവ് പിന്നെ ആരെ ആശ്രയിച്ച് അദ്ദേഹം തന്റെ പ്രാണങ്ങളെ നിലനിർത്തും? അദ്ദേഹത്തിന് ആരുണ്ട്? ഈ കൊട്ടാരത്തിലെ സമാധാനം നൽകാനായിട്ട് നൂനം വർത്തയിഷ്യതി, അദ്ദേഹത്തിന് പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല.